നിയാസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പരപ്പനങ്ങാടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ ഫണ്ണീസ് പകുതി പണം നൽകാമെന്ന് ഇന്നലെ പറഞ്ഞു. ഹമീദ് അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. നിയാസ് നമുക്കൊപ്പം ചേരുകയാണ്. നിയാസിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് സഹായഹസ്തവുമായി എത്തുന്നുവെന്ന സന്തോഷ വാർത്ത കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും നമുക്കൊപ്പം ചേരും. നിയാസ് നമുക്കൊപ്പം ചേരുന്നു. നിയാസ്, കുട്ടിക്കാലത്ത് നമുക്കെല്ലാവർക്കും ഈ ജീപ്പിനോടൊരു വലിയ താല്പര്യം ഉണ്ടാവുമല്ലോ യാത്ര ചെയ്യുമ്പോൾ. നിയാസ് കേൾക്കാമോ? അതെ, നിയാസിന്റെ ജീപ്പിന്റെ കഥ കേട്ട് ശരിക്കും ഞങ്ങളൊക്കെ വിഷമിച്ചു പോയി. ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളെ തന്നെ വ്യക്തിപരമായിട്ട് വിളിച്ചു, നിയാസിന് സഹായം നൽകാം എന്ന് പറഞ്ഞു. ഹമീദ് നേരത്തെ വിളിച്ചു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പമുണ്ട്. ഞാൻ നിയാസിനോടൊന്ന് ചോദിക്കട്ടെ, നിയാസ് എത്ര വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നു? സാറേ, ഞാനൊരു 3.5 കൊല്ലമായിട്ട് ഈ വണ്ടി ഓടിക്കുകയാണ്. ഈ വണ്ടി എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് അല്ലേ? സെക്കൻഡ് ഹാൻഡ് എടുത്തത്. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും ഓടിച്ചിരുന്നോ നിയാസ്? മറ്റേ ഡ്രൈവർ വർക്കിന് പോയിരുന്നോ? ഇല്ല, ഞാൻ അവിടെ തന്നെ തൊള്ളായിരംകണ്ടി തന്നെ വേറെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയിക്കൊണ്ടിരുന്നു. സ്വന്തമായിട്ട് ജീപ്പ് കിട്ടി, പൊന്നുപോലെ സ്നേഹിച്ചു അല്ലേ? വണ്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇത് ഉണ്ടാവുന്നത് വരെ, അപകടം ഉണ്ടാവുന്നത് വരെ? അതെ, ഇല്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അന്ന് രാത്രി വരെ വണ്ടി നല്ല വൃത്തിയാക്കി വെച്ച് അവിടെ മുറ്റത്ത് നിർത്തി വെച്ചായിരുന്നു. വണ്ടിക്ക് എന്തെങ്കിലും പേരുണ്ടായിരുന്നോ നിയാസ്? വണ്ടിക്ക് വീട്ടുപേരാണ് ഇട്ടത്, വായ്പാട് എന്നാണ് വീട്ടുപേര്. അതിൽ ഞാൻ വായ്പാടെന്ന് ഇട്ടത്. 4 വീലായിരുന്നില്ലേ വണ്ടി? അതെ, 4x4 ആയിരുന്നു. അപ്പം എങ്ങനെയാ നിങ്ങൾ അവിടുന്ന് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് ഓടുവോ? സ്ഥിരമായിട്ട് ഓടുന്ന റൂട്ട് ഏതാണ്? ഞങ്ങള് തൊള്ളായിരംകണ്ടി പറഞ്ഞ സ്ഥലത്താണ് ഒരു ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഈ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ കള്ളാടി ഭാഗത്തൊരു ഇതുണ്ട്, ടൂറിസ്റ്റ് പ്ലേസ്, ഗ്ലാസ് ബ്രിഡ്ജ് പറഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത്യാവശ്യം ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള വരുമാനം കിട്ടുമായിരുന്നു അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകാനുള്ള ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു. നിയാസിന്റെ കൂട്ടുകാർ പറഞ്ഞത് നിയാസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ജീപ്പിനെ ആയിരുന്നു എന്നാണ്. ആണോ? അതെ, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് അന്ന് കൈ കെട്ടിയ അന്ന് മുതൽ ഞാൻ അതുപോലെ പൊന്നുപോലെ കൊണ്ടു നടക്കായിരുന്നു വണ്ടിയിൽ. ഈ 4 വീലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടാവുമല്ലോ, പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ റിപ്പയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു അല്ലേ നിയാസ്? അതെ, അതിന് നമ്മൾ അധികം സമയം വർക്ക്ഷോപ്പിൽ തന്നെ അധികം സമയം ഇടാൻ നമ്മൾ സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിയിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് വരെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ഇറക്കാൻ നോക്കിയിരുന്നു. നമ്മളൊന്ന് കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് ഒരു ആഗ്രഹം. വീട്ടിൽ എന്നും കൂടെ വേണം. സാറേ പറഞ്ഞു. അതെ, ഓക്കെ. അത് കൂടുണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരുന്നു, വണ്ടി കൂടുണ്ടാകുമ്പോൾ എന്നും. നിയാസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ എൻ്റെ ഏട്ടനുണ്ട്, പിന്നെ എൻ്റെ വൈഫും ഏട്ടൻ്റെ വൈഫും, പിന്നെ 2 കുട്ടികളുണ്ട്. പിന്നെ താത്ത ഉണ്ടായിരുന്നു, ഓളെ വിവാഹം കഴിച്ച് അയച്ചു. ഓള് ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇനി ഈ വണ്ടി നന്നാക്കി എടുക്കാൻ പറ്റുമോ നിയാസ്? എന്താ അവസ്ഥ ഇപ്പോൾ ആ വണ്ടിയുടെ? ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മൊത്തം പോയി കിടക്കുക, വലിയ പാടാ. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, മാക്സിമം ഈ വണ്ടി തന്നെ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ്. പക്ഷെ അത് ചേസിന്റെ ഭാഗമാണെങ്കിലും ബോഡി മൊത്തമാണെങ്കിലും പിന്നെ ഇഞ്ചിന്റെ ഭാഗമാണെങ്കിൽ മൊത്തം ഡാമേജ് ആണ്. അപ്പോൾ വന്ന് നോക്കിയവരൊക്കെ പറഞ്ഞത് ടോട്ടൽ ലോസ് ആണ് വണ്ടി. ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടുമോ നിയാസ്? ഇൻഷുറൻസ് 3rd കവറാണ് വണ്ടിക്ക് ഉള്ളത് ഓൾറെഡി ഇപ്പോൾ. കാരണം ഞാനൊരു 4-5 മാസം മുന്നേ വണ്ടിക്ക് ഫിറ്റ്നസ് എടുത്ത സമയത്ത് ക്യാഷ് കറക്റ്റ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 3rd കവർ എടുത്തു. അടുത്ത കൊല്ലം മുതൽ ഞാൻ ഫുൾ കവറായിരുന്നു വണ്ടി അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് 3rd എടുക്കാൻ പറ്റിയുള്ളൂ. അടുത്ത പ്രാവശ്യം ഇല്ല, വാഹനത്തിന് കിട്ടില്ല 3rd കവർ. ഞാൻ ഇതില് ഒരു പൈസയും കിട്ടത്തില്ല. ഓക്കെ, ഇന്നലെ ഹമീദ് വിളിച്ചിരുന്നു, പകുതി തുക നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു ജീപ്പിന് ഇപ്പൊ എത്ര രൂപ വരും ഏകദേശം നിയാസ്? ഏകദേശം കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ എടുത്തപ്പോൾ വണ്ടി 2014 മോഡലായിരുന്നു, 14-15 മോഡലായിരുന്നു വണ്ടി. അപ്പോ അത് ആ സമയത്ത് എടുത്തപ്പോൾ 6 ലക്ഷം രൂപയായിട്ടാണ് വന്നത് എനിക്ക്. അത് ലോണിലാണ് എടുത്തത് വണ്ടി. ഹമീദിനെ പോലുള്ളവർ വന്നു, നിരവധി ആളുകൾ നമ്മളോട് വിളിച്ചു. ഇതിപ്പോ നിയാസിന്റെ ഈ വാർത്ത കേട്ട് യൂത്ത് കോൺഗ്രസിലെ ചില സുഹൃത്തുക്കൾ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും
നമ്മളോടൊപ്പം ചേരാമെന്ന് പറഞ്ഞിരുന്നു. നിയാസിനോട് എന്തോ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം. നമ്മളുടെ ഈ റിപ്പോർട്ടിങ്ങുകളെല്ലാം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യം തുടർച്ചയായി പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. DYFIക്കൊപ്പം, ഈ സേവാഭാരതിക്കൊപ്പം, SDP-ക്കൊപ്പം, PDP-ക്കൊപ്പം ത്രൂ ഔട്ട് അവർ ആ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. DYFിൻ്റെ സരോജിനെ പോലെ, വസീഫിനെ പോലെ. രാഹുൽ മാങ്കൂട്ടത്തിലും ആ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നു. രാഹുൽ അവിടെ വന്നിട്ട് പോയിട്ടൊന്നുമില്ല. ഇനിയും അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ സജീവമായിട്ടുണ്ട്, യൂത്ത് കെയറിൻ്റെ പ്രവർത്തകർ. രാഹുൽ, നിയാസിൻ്റെ കഥ കേട്ടുവല്ലോ അല്ലേ? എന്താണ് നിയാസിനോട് പറയാനുള്ളത് രാഹുലിന്? ഗുഡ് മോർണിംഗ് അരുൺ. എനിക്ക് നിയാസിന്റെ സ്റ്റോറി, ഇങ്ങനെ അല്ലമീൻ്റെ സ്റ്റോറി വന്നപ്പം എനിക്കത് പെട്ടെന്ന് കണക്റ്റഡ് ആയി. കാരണം എൻ്റെ ലൈഫിലെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്ന ഒരു ആക്റ്റീവയാണ് എനിക്ക് എടുത്തിരുന്നത്. എൻ്റെ പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം 18 വയസ്സായപ്പോൾ ആദ്യം എടുത്തതാണ്. അപ്പോൾ ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ആ വണ്ടി ഇപ്പോഴും ഞാനൊരു മെമ്മയറായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയില്ല, അത് സ്റ്റാർട്ടാകലൊന്നുമില്ല. പക്ഷെ അത് ഒരു വൈകാരികതയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി. അതപ്പം എനിക്കതുകൊണ്ട് പെട്ടെന്ന് കണക്റ്റഡായി. എനിക്കെന്നല്ല, എല്ലാ ആളുകൾക്കും. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 10-11 ദിവസമായിട്ട് എനിക്ക് വളരെ ഒരു അടുത്ത സുഹൃത്തിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സോബിൻ എന്ന് പറയുന്ന, സോബിന് ഇതുപോലെ നിയാസിനെ പോലൊരു ഒരു ജീപ്പ് ഈ 900 കണ്ടിയിലെ അവിടെ ഓടിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റോറീസൊക്കെ പെട്ടെന്ന് കണക്റ്റഡ് ആയി. അപ്പം നിയാസ് പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, നിയാസ് പറഞ്ഞത് ജീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ട് എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സോബിനും ഈ വർത്തമാനം തന്നെയാണ് പറഞ്ഞത്. കാരണം വലിയ നാശനഷ്ടം ഉണ്ടായി. പക്ഷേ സോബിന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് സോബിന്റെ ജീപ്പിനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷേ നിയാസിന്റെ ജീപ്പിന് പ്രയാസം ഉണ്ടായ വാർത്ത നമ്മൾ കണ്ടു. അപ്പൊ നിയാസിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ആ സമാധാനം നമ്മളെല്ലാവരും കൂടി തിരിച്ച് നിയാസിനെ ഏൽപ്പിക്കും. എന്നിട്ട് ഒരുപാട് പേർക്ക്, ഇപ്പൊ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സിനെ പറ്റി ഇപ്പം ഡോക്ടർ അരുണൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകമായി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഇവര് ഈ മലവെള്ളപ്പാച്ചിലിനിടയിലൂടെ പോയി ലൈഫ് സേവ് ചെയ്തുകൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരൊരു വലിയ ജീവൻ രക്ഷകരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാളും സമാധാനം നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിയാസിന് ജീപ്പ് വാങ്ങാൻ എത്ര രൂപയാണോ ആകുന്നത് അത്രയും രൂപ നിയാസിനെ ഏൽപ്പിക്കാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് ഇവിടെ നിയാസിനെ കൂടി അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ആരോ കുറച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ, കൊടുത്തില്ല എങ്കിൽ പോലും, കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കി പണം, കൊടുക്കുന്നില്ല എങ്കിൽ മുഴുവൻ പണവും കൊടുത്ത് നിയാസിന് അതുപോലൊരു ഒരു നല്ല ഗംഭീരമായ ജീപ്പ്. ഇപ്പൊ ഇവിടത്തേക്ക് ജീപ്പുകളുടെ പ്രത്യേകത അറിയാലോ, 4 വീലാണ്. അപ്പം അവർക്ക് കൂടെ ഇണങ്ങുന്ന വണ്ടി വേണം. അപ്പൊ അതുകൊണ്ട് നിയാസിന് ഇഷ്ടമുള്ള വണ്ടി നമ്മൾ വാങ്ങും. നിയാസിന്റെ സമാധാനം നമ്മൾ തിരിച്ചു കൊണ്ടുവരും. കാരണം ഒരുപാട് ആളുകളെ ഇങ്ങനെ ഈ വീണ്ടും നമുക്ക് വയനാടിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുമ്പോൾ വീണ്ടും ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സുന്ദരമായി വയനാടിനെ കാണാനായിട്ട് വരണം. അന്നേരം നിയാസിനെ പോലുള്ള സഹപ്രവർത്തകരാണ് അവരിവിടെയൊക്കെ കാണിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിയാസ് വിഷമിക്കേണ്ട, ഒരു കാര്യത്തിൽ പ്രയാസപ്പെടേണ്ട. അപ്പം നമ്മളെല്ലാവരും കൂടെയുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും നിയാസിന്റെ കൂടെയുണ്ട്. നിയാസിന്റെ ഒരു പ്രതികരണം എടുത്തിട്ട് വരട്ടെ രാഹുൽ. നിയാസ് ഇപ്പോൾ നമുക്കുണ്ട്. നിയാസിന്റെ കോൾ ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് നിയാസ് നമുക്ക് വിവരം അറിയിക്കാം. നിയാസിന്റെ കോൾ ഒന്ന് ഡ്രോപ്പ് ആയതാണ്. ഇപ്പോൾ നിയാസ് നമുക്ക് കണക്ട് ചെയ്യും. രാഹുൽ, നിയാസെ കേട്ടുവോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കേട്ടോ? ജീപ്പ് വാങ്ങാനുള്ള മുഴുവൻ പണവും യൂത്ത് കോൺഗ്രസിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി ചേർന്ന് നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഒരുപാട് വൈകാതെ നൽകും എന്നാണ്. കേട്ടു വളരെ സന്തോഷം കേട്ടപ്പോൾ തന്നെ. സമാധാനമായോ? അതെ, സമാധാനമായിട്ടുണ്ട്. ജീപ്പ് കിട്ടിയാലേ സമാധാനം ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് സമാധാനം അറിയില്ല സാർ. പറയൂ നീ. സാറേ വളരെ സന്തോഷമുണ്ട് സാറേ കേട്ടപ്പോൾ തന്നെ. എന്താ പറയണ്ടെന്ന് എനിക്ക് ഈ സമയത്ത് എന്താ പറയണ്ടെന്ന് അറിയില്ല. നമുക്ക് നിയാസിന്റെ കയ്യിലിരുന്ന 2014 മോഡലല്ലേ, അതിനേക്കാൾ നല്ലൊരു വണ്ടി രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വണ്ടി വാങ്ങുന്ന ദിവസം ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് എന്നിട്ട് നല്ല ആ സ്ഥലത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് രാഹുലിനെയൊക്കെ കൂട്ടി പോവാം. രാഹുൽ, നമുക്ക് ആ വണ്ടി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്നെ കൂടെ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പോകണം. ഉറപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് അല്ലമീനെ കൂടെ കൂട്ടണം. തീർച്ചയായിട്ടും. നിയാസ് ഞങ്ങളെ കൂടി ഒന്ന്, അപ്പം നിയാസിന് അറിയാവുന്ന സ്ഥലത്ത്, പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാത്ത സ്ഥലത്തേക്ക് ഞങ്ങളെല്ലാവരും വരും. അത് ഒരുപാട് താമസിക്കാതെ തന്നെ നമുക്ക് രാഹുൽ അത് ചെയ്തു തരും കേട്ടോ.
നിയാസിന് ഓക്കെ സാർ. നിയാസിന് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അല്ലമീൻ വഴി ബന്ധപ്പെടാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിയാസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി വളയം പിടിക്കാൻ ധൈര്യമായിട്ട് ഇരുന്നോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഉടനെ വണ്ടി കിട്ടിയാൽ വണ്ടി എവിടെ കൊണ്ടിടും? വീട് പ്രശ്നമാണല്ലോ അല്ലേ? ഇല്ല, അത് ഞാൻ സേഫ് ആയിക്കോളും സാറേ. എന്തായാലും സേഫ് ആക്കും. രാഹുൽ പൊന്നുപോലെ നോക്കും കേട്ടോ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുലിന് മനസ്സിലായല്ലോ. അതെ 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 അതെ, ഇതിന് വാക്കുകൾ തന്നെ ഇല്ല. കാരണം ആ ജീപ്പ് എന്നൊക്കെ പറയുമ്പോഴേ സ്വന്തം കുട്ടീനെ പോലൊരു വൈകാരികത, അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കറിയാം, വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കറിയാമല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഒരു എല്ലാം കൂടെ ഉള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് നിയാസ് ഭായിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും രാഹുൽ, കേരളത്തിലെ എല്ലാ ഡ്രൈവർമാർക്കും അതൊരു വലിയ സന്തോഷമുള്ളൊരു വാർത്തയാണ്. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിലൊരു അംഗമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നിയാസ്, അപ്പോൾ റെഡി ആയിട്ടിരുന്നോളൂ, ഇനി സങ്കടമൊന്നും വേണ്ട. ഉമ്മയെടുത്തൊക്കെ പറഞ്ഞോളൂ, വൈഫിനോടൊക്കെ പറഞ്ഞോളൂ, നമ്മുടെ കൂട്ടുകാരൻ തിരിച്ചു വരുന്നുണ്ട്, നമ്മുടെ കുടുംബാംഗം തിരിച്ചു വരുന്നുണ്ട്. മറ്റൊരാളായിട്ടാണ് വരുന്നതെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വണ്ടിയായിരിക്കും രാഹുലും സംഘവും നൽകുക. തീർച്ചയായിട്ടും റിപ്പോർട്ടറിനും സന്തോഷമുണ്ട് ഈ ഇടപെടൽ രാഹുൽ നടത്തിയതിലും. യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു രാഹുൽ മാങ്കൂട്ടത്തിൽ. താങ്ക് യു നിയാസ്, നമുക്കൊപ്പം ചേർന്നതിന്. നമുക്കിനി നിയാസിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഘവും കൊടുക്കുന്ന ജീപ്പിൽ നമുക്കൊന്ന് പോയിട്ട് വരണം. ചില സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണണം അല്ലേ? നമുക്ക് ബഷീർക്കയുടെ കടയിൽ പോയി ഒരു പരിപ്പോടെയും ചായയും കുടിക്കണമെന്നുണ്ടായിരുന്നു. അത് മാത്രം പക്ഷെ നടക്കില്ല, അതെല്ലാം പോയി. അവരിൽ പലരും നഷ്ടപ്പെട്ടു പോയി. നിയാസിന് നഷ്ടപ്പെട്ടു പോയ ഒന്നെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷമുള്ള കാര്യം. ഒരിക്കൽ കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, യൂത്ത് കെയർ എന്ന രീതിയിൽ അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് ഒക്കെയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.